ഉമ്മയും ബ്രദേഴ്സുമായിട്ടായിരുന്നു നാട്ടിൽ താമസിച്ചിരുന്നത് അല്ലേ? അപ്പോൾ കസിൻസ് ഉണ്ടായി. കസിൻസ് ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ കേരളത്തിൽ? ഞങ്ങൾ 8 പേരുണ്ടായി. 8 പേര് കേരളത്തിലുണ്ടായിരുന്നു. 8 പേരുണ്ടായി. ആദ്യം ഞങ്ങൾ 5 ബ്രദേഴ്സ് സിബ്ലിങ്സും പിന്നെ 3 കസിൻസും ഉണ്ടായി. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം സേഫ് ആണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവരും ഞങ്ങൾ 8 പേര് ഓൾമോസ്റ്റ് വൺ ടൈമിലാണ് ജോയിൻ ചെയ്തത്. 2ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ. ഇപ്പം ഞാൻ 2ാം ക്ലാസ്, ബ്രദർ, അങ്ങനെ എല്ലാവരും കസിൻസ് ഓരോന്നോരായിരുന്നു ഒരുമിച്ച്. ഓ ശരി 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 ശരി. അപ്പം അങ്ങനെ അപ്പോൾ ഈ 8 പേർക്കും മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം? എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. ഉമ്മാക്ക് അറിയില്ല? ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയില്ല. തീരെ അറിയില്ല? ഇല്ല. ഉമ്മയ്ക്ക് മനസ്സിലാവും. ആ പറഞ്ഞാലും ഇപ്പോൾ ഉമ്മയുടെ ഇടയ്ക്ക് പുറത്ത് മാർക്കറ്റിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവും. പറഞ്ഞ സൈൻ ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാവും. ഉമ്മക്ക് മനസ്സിലാവും, പക്ഷേ മനസ്സിലാവും. അതാണ് ഉമ്മയ്ക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഉമ്മ ഡെയിലി വീട്ടിൽ തന്നെ, ഞങ്ങളിപ്പോൾ സ്കൂളിൽ പോയിട്ട് അവിടെ പോയി പഠിക്കാറ് ഫ്രണ്ട്സൊക്കെ. അതുകൊണ്ടാണ് ഉമ്മച്ചി മലയാളം അത്രയ്ക്കും അറിയില്ല, പക്ഷെ മനസ്സിലാവും. അപ്പോൾ ഈ നിങ്ങൾ തമ്മിലുള്ള സീക്രട്സ് ഒക്കെ പറയുന്നത് മലയാളത്തിലായിരിക്കും? യെസ്. ഞാനും ബ്രദേഴ്സൊക്കെ ഫുള്ള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോഴും സംസാരത്തിലൊക്കെ ഞങ്ങൾ മലയാളത്തിൽ തന്നെ പറയാറ്. ഇപ്പോൾ ഞാൻ ഇപ്പം എന്നെ ബ്രദറിനെ വിളിക്കുമ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഫ്ലോയിൽ വരും. അതെ. സൊമാലിയിൽ ഞാൻ സൊമാലിയിൽ ഇപ്പോൾ കുറവാണ്. സൊമാലിയൻ ഭാഷ യൂസ് ചെയ്യുന്നത് വീട്ടിൽ ഉപയോഗിക്കും, പക്ഷേ ഐ പ്രിഫർ ലൈക്ക് ഈസി ഫോർ മീ ഈസ് മലയാളം. ഈവൻ ദോ ഐ നോ സൊമാലി, ബട്ട് എനിക്ക് മലയാളം കുറച്ചുകൂടി എളുപ്പമുള്ളത്. ഇതൊക്കെ നമ്മളെ ഈ കാണുന്നവരൊക്കെ കേട്ട് പഠിക്കണം. ഇപ്പോഴേ കുറച്ച് നാൾ ബാംഗ്ലൂരൊക്കെ പോയി നിന്നിട്ട് തിരിച്ചു വന്നാൽ പിന്നെ വായിൽ ഇംഗ്ലീഷേ വരുള്ളൂ, മലയാളം സംസാരിക്കാറേയില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മുടെ രാജ്യവുമായിട്ട്, നമ്മുടെ നാടുമായിട്ട് രക്തബന്ധമില്ലാത്ത, മണൽബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ പറയാണ് ഇപ്പോഴും ഞാൻ മലയാളമാണ് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇതൊരു വലിയ പ്രൗഡാണ് കേട്ടോ. ഞാനത് നമ്മളിന്ന് മീഡിയ 1 ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കാറ് വെച്ച് പറഞ്ഞാണ്. വേറെ ഏത് രാജ്യക്കാരും ആ രാജ്യക്കാരുടെ ഭാഷ ഒരു അന്യ രാജ്യക്കാരൻ പറയുന്നത് കേട്ടാൽ അവർക്ക് അഭിമാനമൊന്നും തോന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ എം നോട്ട് ബീങ് റൂഡ്, ബട്ട് ഇപ്പോൾ ഞാനൊക്കെ UK പഠിച്ചിട്ടുണ്ട്. നമ്മൾ UK ചെന്നിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ആക്സെൻറ്റ് വെച്ചിട്ടൊക്കെ കളിയാക്കാം, നമ്മളെ മോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മളെ ഇൻസൾട്ടൊക്കെ ചെയ്യാറുണ്ട് അവരുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതിപ്പോൾ ഈവൻ ഹിന്ദിയിൽ നമ്മൾ സംസാരിച്ചാൽ തന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ നമ്മൾ ക്യാ ഹിന്ദിയെ ഭയ്യ നമ്മൾ കളിയാക്കും. പക്ഷേ ഒരു അന്യരാജ്യക്കാരനോ ഒരു അന്യ സംസ്ഥാനക്കാരനോ നമ്മുടെ മലയാളം സംസാരിച്ച് നമ്മൾ വെറുതെ വിടൂല. അതിൻ്റെ തെളിവാണ് ഈ 2 മില്യൺ ആൾക്കാർ നിങ്ങളുടെ വീഡിയോ 1-2 ദിവസം കൊണ്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് അല്ലേ? അത്രമാത്രം സ്നേഹം മലയാളികൾ നിങ്ങൾക്ക് തരാൻ ഒരു ഭാഷയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ കാരണം, നിങ്ങൾ ഭാഷ ഉപയോഗിച്ച ഒരു രീതിയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത്രയും ഫ്ലുവൻ്റ് ആയിട്ടാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു ഹസൻ? ഇതിപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തോട് അവിടെ പഠിച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലോയിൽ തന്നെ ഞാൻ പഠിച്ചു. ഭയങ്കര ഹെൽപ്പായി, ഭയങ്കര ഇപ്പോൾ സിമ്പിളായി. ഞങ്ങൾക്ക് ഇപ്പോൾ ഫുള്ള് മലയാളത്തിലും വേണ്ട ഞങ്ങൾ